ഗേസ് അങ്ങനെ നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്ത് നമ്മൾ മാമിയുടെ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ നടന്നു പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്താവുന്നൊന്നും അറിയത്തില്ല, എന്തായാലും കണ്ടറിയാം. പിന്നെ പിള്ളേരെയും കൊണ്ടായതുകൊണ്ട് വലിയൊരു ഉറപ്പില്ല. പിന്നെ ഞാൻ ഇൻട്രോ എടുത്തപ്പോൾ വന്നില്ല എന്ന് പറഞ്ഞ് ഇസു എൻ്റെ കൂടെ വന്നാണ്. ഈവൻ എൻ്റെ ഫോൺ തട്ടിപ്പറിക്കാൻ പോവാണ് ഗായ്സ്. പിന്നെ അങ്ങനെ ഒരു ബറ്റാലിയൻ ആൾക്കാർ നടന്ന് പോവാണ്. പിന്നെ കടയൊക്കെ ഉച്ചയായതുകൊണ്ട് അടച്ചിട്ടേക്കുവാണ്. പിന്നെ ഓട്ടോ ഉണ്ട്, അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ തന്നെ കയറി ഗൈസ്. ഈ പിള്ളേരെയും കൊണ്ട് നടക്കുകയല്ല, ഞങ്ങൾ തോറ്റ് പിന്മാറി. അതാണ് ഈ നെച്ചും മുഖമൊക്കെ മറിച്ച് പിടിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫൈനലി നമ്മൾ മാമിയുടെ വീട്ടിലെത്തി. പിന്നെ നമ്മുടെ ഈ മീൻകുട്ടന്മാരൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹസിയക്കച്ചോട് ഒരു ഹായൊക്കെ പറഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറി. അപ്പോൾ ഇതാണ്ട് ഈ പെൺപിള്ളേരൊക്കെ പഠിത്തമാണ്. ഈ റെക്കോർഡ് ബുക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പഴയ എൻ്റെ ആ റെക്കോർഡ് ബുക്കിനെ പറ്റി ഞാൻ ആലോചിച്ച് പോയി. ഞാൻ വരച്ച പടങ്ങൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ പെൺപിള്ളേർ വർത്തമാനം പറയുന്നത്. ഇവനാണ് ഇവൻ്റെ രീതിയിൽ ഓരോ വർത്തമാനങ്ങൾ പറയുവാണ്. പിന്നെ ഈ പിള്ളേരുള്ളത് കൊണ്ട് നേരം പോയത് അറിഞ്ഞേയില്ല ഗൈസ്. രാത്രി ആയത് അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. പിന്നെ മാമി നമുക്ക് വേണ്ടി പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അന്നപ്പം എനിക്കറിയത്തില്ല ഗൈസ് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാവുന്നവരായാലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഈ വീഡിയോ കാണുന്നവർ. അങ്ങനെ പൊറോട്ട ചുട്ട് അതെല്ലാം കഴിച്ച് നമ്മൾ, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചായ എല്ലാം കൂട്ടി നമ്മളത് കഴിച്ച് നമ്മൾ രാത്രി ആയതുകൊണ്ട് ഓട്ടോ തന്നെ പിടിക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഓട്ടോ പിടിച്ച് വീട്ടിൽ പോവാണ്. പിന്നെ ഒരു